ഹേ ഹലോ, ദേ കാണുന്ന ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. സോയ ചങ്ക കൊണ്ട് ഏറ്റവും എളുപ്പമായിട്ട് അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ. പേര് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം, ചില്ലി സോയ എന്നൊക്കെ വിളിക്കാമെന്ന് മാത്രം. അപ്പോൾ ആദ്യമായിട്ട് സോയ ചങ്ക് കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് ചൂടാറി ഒന്ന് കുത്തി പിഴിഞ്ഞെടുക്കണം. പിന്നെ ദേ അതിനുള്ള മസാല തയ്യാറാക്കുകയാണ്. മസാലയ്ക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടും. പിന്നെ ഗരം മസാല, അതിലേക്ക് തൈരും കോൺഫ്ലവറും ഉപ്പും ഇത്രയും ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ സോയ ചങ്ക ഇട്ട് കൊടുക്കുന്നു. നന്നായി പുരട്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കുന്നു. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് ഇത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നു. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതുകൊണ്ട് കൂടുതൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ജസ്റ്റ് നന്നായി ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കണം. അടിപൊളി സാധനമാണ്, ഇങ്ങനെ കഴിക്കാൻ തന്നെ. പിന്നെ അതേ അതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അതിന് ഉള്ളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞു വെച്ചത് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണോ, കൂടുതലൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി, ഗരം മസാല, ഉപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കേട്ടോ, ഇത്രയും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നു. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോയ ഡ്രൈ ഫ്രൈ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അത് സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ചേർത്തതാണ് കേട്ടോ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ് കുറച്ച്, ഇത്രയും ചേർത്തിട്ട് അതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഈ കിട്ടിയ ഐറ്റം ഡ്രൈ ചില്ലി സോയയാണ്. ഇത് തന്നെ കിടക്കാച്ചി ഐറ്റമാണ്. ഞാൻ പിള്ളേർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ നമ്മൾ ഇന്ന് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചില്ലി ചിക്കനൊക്കെ തയ്യാറാക്കുന്ന അതേ സംഭവം തന്നെ. എന്നിട്ട് അതേ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ റെഡിയാവും. മല്ലിയില ഇട്ട് കൊടുക്കുന്നു ടേസ്റ്റിന്. സംഭവം എഡ് പെടിയെന്ന് സാധനം റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. എന്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോളൂന്നേ. പിന്നെ ഈ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ നമ്മൾ നിലനിന്ന് പോവും. താങ്ക്